ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഒന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളിന്ന് റാഗി കൊണ്ടൊരു അട ഉണ്ടാക്കുകയാണ്. റാഗി മീൻസ് കോറ കൊണ്ട് ഒരു അട ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാലക്കാടൊക്കെ കോറ എന്നാണ് പറയുക കേട്ടോ, പക്ഷേ ഇവിടെ എല്ലാവരും റാഗി എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ അതിനായിട്ട് വാഴയില മുറിക്കുകയാണ്. അട ഉണ്ടാക്കാൻ വാഴയില മുറിക്കുകയാണ് കേട്ടോ. നല്ല ശരീരത്തിന് ഏറ്റവും വൈറ്റമിൻസ് ഉള്ള സാധനമാണ് റാഗി എന്ന് പറയുന്നത്. റാഗി അത്രയും നല്ലതാണ്. ചെറിയ കുട്ടികൾ മുതൽക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് റാഗി. അപ്പം നമ്മൾക്ക് അതുകൊണ്ട് ഇന്നൊന്ന് അടി ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാൻ ഇല മുറിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്, വാഴയുടെ ഇലയുണ്ട് നമ്മുടെ വീട്ടിൻ്റെ റൈറ്റ് സൈഡായിട്ട്. അപ്പം നമ്മൾ അതിനാവശ്യമായ ഇല ഞാൻ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അതിനായിട്ട് ശർക്കര ചീകിയെടുക്കുകയാണ് കേട്ടോ. ശർക്കര നമ്മൾ ചീകുകയാണ്, കത്തിയും കൊണ്ട് നമ്മൾ ചെറുതായിട്ട് ചീകുകയാണ്. അതല്ലെങ്കിൽ നമ്മൾക്ക് ശർക്കര ചെറുതായിട്ട് പാവ് കാച്ചിയിട്ട് നാളികേരത്തിൽ തേങ്ങയിൽ ഒഴിച്ചാലും മതി കേട്ടോ. തേങ്ങയിൽ ഏലക്ക പൊടിയിട്ട് നമുക്ക് ഈ കാച്ചിയ പാവിനെ അതിലേക്ക് അരിച്ചൊഴിച്ചാലും മതി. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, ഞാൻ ശർക്കര കത്തിയും കൊണ്ട് ചെറുതായിട്ട് ചീകിയെടുക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ശർക്കര ചീകിയത്, അതേപോലെ തന്നെ തേങ്ങയും ഏലക്കായ പൊടിച്ചതുമാണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റാഗി ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ചൂടാക്കി എടുക്കുമ്പോഴേ അത് നമുക്ക് ഒട്ടാതെയും നല്ലപോലെ കിട്ടുള്ളൂ, നല്ല മയത്തിൽ കിട്ടുള്ളൂ. അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ റാഗിയുടെ പൊടി ചട്ടി ചൂടായ ശേഷം അതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇട്ട് നമ്മൾ നല്ലപോലെ ചൂടാക്കി എടുക്കണം. നല്ലപോലെ നമ്മൾ ചൂടാക്കി നല്ലൊരു പരുവത്തിലാവുന്നത് വരെയും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അതായത് മീഡിയത്തിലാണ് നമ്മൾ ഗ്യാസ് വെച്ചിരിക്കുന്നത്, കത്തിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല പോലെ ചൂടാകുന്ന വരെ ചൂടായി ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ എത്രത്തോളം ചൂട് വേണമെന്ന്. അപ്പോൾ ഒരുവിധം നല്ലപോലെ ചൂടായ ശേഷം നമ്മൾ അത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുകയാണ്. പിന്നെ നമ്മൾ അതോടൊപ്പം തന്നെ വേറൊരു അടുപ്പിൽ നമ്മൾ ഉപ്പിട്ട് ചുടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ തിളച്ച് ചുടുവെള്ളത്തിന് നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് മാവ് കുഴയ്ക്കുകയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ചൂടാറൊന്നും വെച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഞാൻ ആ വെള്ളം അതിലോട്ട് നമ്മൾ കൈകൊണ്ട് കുഴച്ചാൽ നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ആ കയ്യിൽ കൊണ്ട് തന്നെ നമ്മൾ മാവ് നല്ല പോലെ മിക്സ് ആക്കുകയാണ് കേട്ടോ. അല്പം അതിൽ ഞാൻ ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ട്, അല്പം പഞ്ചസാര ഇട്ട 1/4 സ്പൂൺ കേട്ടോ. അത് ഇട്ട് നമ്മൾ നല്ലപോലെ തിളച്ച വെള്ളത്തിന് മാവിലോട്ട് ഒഴിച്ച് നല്ല പോലെ മിക്സ് ചെയ്ത് കട്ടയെല്ലാം ഉടച്ച് നല്ല ഒരുവിധം ചൂടാറുമ്പോൾ പിന്നെ കൈകൊണ്ട് നമ്മൾ കുഴയ്ക്കുകയാണേ. കൈകൊണ്ട് കുഴച്ച് നല്ല മയത്തിലാക്കി ഉണ്ടയാക്കി എടുക്കണം. അപ്പോൾ നല്ലപോലെ നമുക്ക് മാവ് മിക്സ് ചെയ്യാം. അങ്ങനെ നല്ലപോലെ മാവ് മിക്സ് ചെയ്ത് നല്ലപോലെ നമ്മൾക്കത് കുഴച്ച് നല്ല മയത്തിലെടുത്ത ശേഷമാണ് നമ്മൾ അട ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല അടി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ കേട്ടോ. ഇതെല്ലാവരും കണ്ടു നോക്കിയ ശേഷം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. റാഗി അടാന്ന് വെച്ചാൽ അത്രയും സൂപ്പറാണ്, അടിപൊളിയാണ്. അപ്പം നമ്മൾ ഇതിനായിട്ട് നല്ലപോലെ മാവെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ ആ വെള്ളം നോക്കി ഒഴിക്കണം കേട്ടോ. ഒരുപാട് കൂടുതലാവാനും പറ്റില്ല, വെള്ളം കുറയാനും പറ്റില്ല. നമ്മൾക്ക് കുഴയ്ക്കുമ്പോൾ തന്നെ അറിയാം എത്ര വെള്ളം വേണമെന്ന്. നമുക്ക് ഒഴിക്കുമ്പോൾ തന്നെ അറിയാം. നമുക്ക് ഏകദേശം പറഞ്ഞാൽ നമ്മൾ നൂലപ്പത്തിനൊക്കെ കുഴയ്ക്കുമല്ലോ, അതുപോലെ തന്നെയാണ് നമ്മൾ കുഴച്ച് വരുന്നത്. അപ്പോൾ അത് കണ്ടോ, ഞാൻ നല്ലപോലെ കുഴച്ച് നല്ലപോലെ ഉരുട്ടി നല്ലപോലെ എടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായി, നമ്മുടെ കയ്യിലൊന്നും ഒട്ടുന്നില്ല, അത്ര നല്ല മയമായിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ശർക്കരയും, ആ ശർക്കരയിൽ ഏലക്കായ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഒരു 1/2 സ്പൂൺ ഏലക്കായ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചാണ്. തേങ്ങ ഒരു പാത്രത്തിലുണ്ട്. അപ്പം നമുക്ക് ഇല എടുത്തിട്ട് നമുക്ക് ചെറിയ ഉരുളയായിട്ട് നമുക്കതിൽ വെച്ച് നെയ്സാക്കി പരത്താം. നെയ്സാക്കി പരത്തി അത് നല്ലപോലെ നെയ്സാക്കി പരത്തിയ ശേഷം നിങ്ങൾ അതിലോട്ട് നമ്മൾ തേങ്ങയും ശർക്കരയും ഇടുകയാണ്. തേങ്ങയും ശർക്കര ഇട്ട് നമ്മൾ ഒപ്പം നടുവിൽ നിന്ന് ഒപ്പം മടക്കി ചുറ്റും നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒട്ടി നല്ലപോലെ ഇളയുടെ നല്ല ഭംഗിയായിട്ട് വരും. ഇതുപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനൊന്ന് അമർത്തുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയൂ കേട്ടോ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്.
അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഓരോ ഇല എടുത്തിട്ട് നമ്മൾ ഇതേപോലെ തന്നെ റാഗി ഓരോ ഉണ്ടയായിട്ട് ഇലയിൽ പരത്തി വെച്ച് അതിലോട്ട് ശർക്കരയും നാളികേരവും ഇട്ട് ഒപ്പം നമ്മൾ നടുവോടൊപ്പം മടക്കി അരയൊക്കെ നല്ലപോലെ പ്രസ് ചെയ്യുമ്പോൾ നല്ലപോലെ ആ തേങ്ങയും നാളികേരം അതിൻ്റെ ഉള്ളിൽ അങ്ങനെ നല്ല ഭംഗിയായിട്ടിരിക്കും. അങ്ങനെ നമ്മൾ കുഴച്ചെടുത്ത മാവെല്ലാം ഇതുപോലെ ഉണ്ടാക്കി പരത്തി ഒരു പ്ലേറ്റിൽ വെക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. അടിപൊളി സാധനം കേട്ടോ റാഗി അടാന്ന് വെച്ചാൽ. ആർക്കും ഏത് പ്രായക്കാർക്കും ചെറിയ കുഞ്ഞു മക്കൾക്ക് പോലും കൊടുക്കുന്നതാണ് നമ്മൾ റാഗി. അപ്പോൾ അത്രയും വൈറ്റമിൻസ് സാധനമാണെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അവന് ഒട്ടിപ്പിടിക്കാനുണ്ടെങ്കിൽ ലേശം ഞാൻ അടുത്ത ചുടുവെള്ളം ആറിയതാണ് വെച്ചിരിക്കുന്നത്. അതിൽ ചെറുതായിട്ടൊന്ന് കൈ നനച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ എല്ലാ അടയും നമ്മൾ പരത്തി വരികയാണ് കേട്ടോ. പിന്നെ കൊച്ചുമോൻ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അടയും ചോദിച്ച് നിൽക്കുകയാണേ. അടുത്ത് തന്നെ നോക്കി നിൽക്കുകയാണ് ആള്. അപ്പം നമ്മളെല്ലാ അടയും നമ്മൾ പരത്തി എടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ അടുപ്പത്ത് ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടാണ്, അതിലാണ് കേട്ടോ ഞാൻ ആവി കയറ്റുന്നത്. ഇഡ്ഡലി ചെമ്പിലാണ് ആവി കയറ്റുന്നത്. എല്ലാം നമ്മൾ പരത്തി വെച്ച് ഒറ്റയടിക്കാണ് നമ്മളിതെല്ലാം അടുക്കി വെച്ച ശേഷം ആവി കയറ്റുന്നത് കേട്ടോ. കണ്ടോ, നമ്മൾ നല്ലപോലെ ചുറ്റും പ്രസ് ചെയ്യുമ്പോൾ നല്ലപോലെ പശ ഒട്ടിയിരിക്കുന്ന പോലെ നല്ലപോലെ ഒട്ടിയിരിക്കുന്നുണ്ട് കണ്ടോ. അപ്പം നമ്മളെല്ലാം നമുക്ക് ഇതേപോലെ ഉരുട്ടി എല്ലാം എടുക്കാം. എല്ലാം ഉരുട്ടി ഇല വെച്ച് നൈസാക്കി പരത്തി അതിലോട്ട് എല്ലാം അടയ്ക്കുള്ള തേങ്ങയും ശർക്കരയും വെച്ച് എല്ലാം നമുക്ക് പരത്തിയെടുക്കാം. അതിൻ്റെ ഇടയിൽ കൊച്ചുമോൻ വാശി പിടിച്ചപ്പോൾ ഞാൻ എടുത്ത് ഊഞ്ഞാലിൽ ഇരുത്തിയതാണ് കേട്ടോ. നമ്മൾ ഇഡ്ഡലി ചെമ്പ് ഇഡ്ഡലി ചെമ്പിൽ തന്നെ ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മൾ എല്ലാ അടയും നമ്മൾ പരത്തിയ അടയെല്ലാം അടുക്കി വെക്കുകയാണ് കേട്ടോ. എല്ലാം മേലേക്ക് മേലെ അങ്ങനെ അടുക്കി വെക്കുകയാണ്. നമുക്ക് ഒരു 20 മിനിറ്റ് മതി കേട്ടോ. 20 മിനിറ്റ് മതി. 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ തുറന്നിട്ട് വെന്തിട്ടുണ്ടോ നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് നമ്മൾക്ക് ഇല മറിച്ച് നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ ഒരു 20 മിനിറ്റ് നമ്മൾക്ക് ഇഡ്ഡലിച്ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. അടിപൊളി ചായക്കും അതെ, നമ്മൾക്ക് ഇപ്പോൾ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് വേണമെങ്കിൽ കൊടുത്തയക്കാം. അല്ലെങ്കിൽ ക്ലാസ് വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ചായക്കുള്ള കടി നമുക്ക് എല്ലാവർക്കായാലും ചായക്കടി കഴിക്കാം. നമുക്ക് കഴിച്ചാൽ മതിയാവില്ല കേട്ടോ. അത്രയും ടേസ്റ്റാണ്. കണ്ടോ, നല്ലപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സൂപ്പർ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. അടിപൊളി സൂപ്പർ.